തിരുവാതിക്കലിൽ വൃദ്ധ ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിജയകുമാർ, ഭാര്യ മീര എന്നിവരാണ് മരിച്ചത്. രക്തം വാർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. കോട്ടയം വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് ഈ മരിച്ച വിജയകുമാർ, അതുപോലെ ഭാര്യ മീരയും. എങ്ങനെയാണ് കൊലപാതകമെന്നാണോ പ്രാഥമിക നിഗമനം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൊലപാതകം തന്നെയാണ് എന്നിപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും പ്രതി ആരാണെന്ന് സംബന്ധിച്ച് സൂചന ലഭിച്ചു എന്നാണ് ഇപ്പോൾ കോട്ടയം SP-യുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. പോലീസ് ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അല്പസമയം കൂടി വേണം പ്രതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമാകുന്നത്. വ്യക്തിവൈരാഗ്യമാണ് കാരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ബന്ധുക്കളും നാട്ടുകാരുമെന്നും അത്തരത്തിൽ ആർക്കെങ്കിലും വൈരാഗ്യമോ അല്ലെങ്കിൽ ശത്രുതയോ ഉണ്ടാകേണ്ട സാധ്യതയില്ല എന്നുള്ള കാര്യമാണ് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ ഈ നിമിഷം പറയുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് വീട്ടുജോലിക്കാരി എത്തിയപ്പോൾ ഇത്തരത്തിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മൃതദേഹങ്ങൾ രണ്ടിടങ്ങളിലായിട്ടാണ് കിടന്നത്. 64 വയസ്സുള്ള വിജയകുമാറിന്റെ മൃതദേഹം സ്വീകരണ മുറിയിലും ഭാര്യ 60 വയസ്സുള്ള മീരയുടെ മൃതദേഹം മുറിയിലുമാണ് കിടന്നിരുന്നത്. ഇരുവരുടെയും തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയ അവസ്ഥയിലാണുള്ളത്. ആയുധങ്ങളും ഈ വീടിന്റെ സമീപത്തുനിന്നും വീടിനകത്തുനിന്നും എല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ പോലീസും എല്ലാം വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി വരികയാണ്. വർഷങ്ങളായി വിദേശത്ത് ബിസിനസ് ചെയ്തു വരികയാണ് ഈ വിജയകുമാർ. ഒപ്പം തന്നെ കോട്ടയം ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിന്റെ ഉടമയും ആണ് ഈ വിജയകുമാർ. ഇത്തരത്തിൽ വ്യാവസായികമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകുന്നത്. പുലർച്ചയോടുകൂടി വീട്ടുജോലിക്കാരിയാണ് ഇത്തരത്തിൽ ഈ സംഭവം കണ്ടത്, കൊല്ലപ്പെട്ട വിവരം കണ്ടത്. ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിയെ സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ കൊലപാതകത്തിന് പിന്നിൽ എന്തെങ്കിലും മുൻവൈരാഗ്യമാണോ, അങ്ങനെ എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? വ്യക്തിവൈരാഗ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. എങ്ങനെ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം പോലീസ് അല്പസമയത്തിനകം നൽകുമെന്ന് തന്നെയാണ്. അല്പക്കൂടി സമയം ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. വ്യക്തിവൈരാഗ്യമാണ് എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്, കൊലപാതകമാണ് എന്നും ഉറപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് പ്രാഥമികമായിട്ട് ലഭ്യമായിട്ടുള്ളത്. തലയ്ക്കടിയേറ്റ നിലയിലുണ്ട്, രക്തം വാർന്നാണ് മരിച്ചിരിക്കുന്നത് എന്ന് പ്രാഥമികമായി കരുതുന്നു. ഒപ്പം തന്നെ ആയുധങ്ങളും സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരം ജോലിക്കാരി അറിയുന്നത്, വീട്ടിലെത്തിയപ്പോൾ അറിയുന്നത്. അപ്പോൾ ആ രാത്രിയിൽ തന്നെ കൊലപാതകം നടന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതുമായി സംബന്ധിച്ച് യാതൊരു സൂചനകൾ ആർക്കും പ്രദേശത്തുള്ളവർക്കൊന്നും ലഭ്യമായിരുന്നില്ല, ശബ്ദങ്ങളൊന്നും കേട്ടിരുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ അറിയാവുന്നവരാണോ എന്നത് സംബന്ധിച്ചുള്ള വിവരം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അത്തരത്തിലൊരു സംശയം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ യാതൊരു വിധത്തിലുള്ള മോഷണ ശ്രമങ്ങളോ മറ്റും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോഷണം നടക്കാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായി നടത്തിയ കൊലപാതകമല്ല, മറ്റേതോ വ്യക്തിവൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായ കൊലപാതകമാണ് എന്നാണ് കരുതുന്നത്. സ്വീകരണ മുറിയിലുമായിട്ടാണ് ഈ രണ്ടുപേരുടെയും വൃദ്ധ ദമ്പതികളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് പോലീസ് ഇപ്പോൾ അന്വേഷണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിയെ സംബന്ധിച്ചിട്ടുള്ള സൂചന ലഭിച്ചിട്ടുണ്ടെന്നും വൈകാതെ തന്നെ പിടിയിലാകുമെന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നു. മിഥുൻ, സംഭവ സമയത്ത് വിജയകുമാറും ഭാര്യയും മാത്രമാണോ ആ വീട്ടിലുണ്ടായിരുന്നത്? അതെ, അങ്ങനെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇരുവരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജോലിക്കായി ഇന്ന് പുലർച്ചെയാണ് ഈ വിവരം അറിഞ്ഞത്. ഈ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വിവരം അറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്നത്. ഒരുപക്ഷെ കൊലപാതകമൊന്നും ഇത്തരത്തിൽ മോഷണശ്രമം ഒന്നും നടന്നിട്ടില്ല എന്നുള്ള വിവരവും ലഭ്യമാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മുൻപരിചയമുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റോ ആണ് കൊലപാതകം നടത്തിയത് എന്നുള്ളൊരു സംശയം പ്രാഥമികമായി പോലീസിനുണ്ട്. അത്തരത്തിൽ നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ പ്രതിയിലേക്ക് എത്തിയത് എന്നുള്ള സൂചനയുണ്ട്. ഒപ്പം തന്നെ അവിടെ ജോലിക്ക് നിന്നിരുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ സംബന്ധിച്ചുള്ള സംശയവും ഈ നാട്ടുകാരെല്ലാം തന്നെ
നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് പ്രതി ആരെന്ന് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം പോലീസ് നൽകുന്നില്ലെങ്കിലും പോലീസിന് ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് പോലീസ് പറയുന്നത്. മിഥുൻ വീട്ടിൽ നിന്ന് ആയുധം കണ്ടെടുത്തു എന്ന് മിഥുൻ പറഞ്ഞിരുന്നു. കൂടാതെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് സംശയാസ്പദമായ മറ്റെന്തൊക്കെ തെളിവുകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്? ഫോറൻസിക് വിശദമായിട്ടുള്ള പരിശോധന ഈ ക്രൈം സ്പോട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായി ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. വീട്ടിൽ നിന്ന് തന്നെയാണ് ആയുധം കണ്ടെത്തിയത്. ഈ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ആയുധമാണോ എന്നത് സംബന്ധിച്ചിട്ടുള്ള സ്ഥിരീകരണമെല്ലാം തന്നെ കൂടുതൽ വിശദമായിട്ടുള്ള ഫോറൻസിക് പരിശോധനയിലെ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരിശോധനയിലും അവിടുത്തെ നടത്തിയ തെരച്ചിലിലുമെല്ലാമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എല്ലാം വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും പ്രാഥമികമായി അവിടെ നിന്ന് ആയുധങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ ഇത്തരത്തിൽ വീടും ഈ വീടിന്റെ കോമ്പൗണ്ടും എല്ലാം തന്നെ പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. വിശദമായിട്ടുള്ള പരിശോധന ഫോറൻസിക് അധികൃതർ അതുപോലെ തന്നെ പോലീസും ശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നഗര കേന്ദ്രത്തിൽ തന്നെയാണ് തിരുവാതുക്കൽ എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ്. അവിടെ തന്നെ ഇത്തരത്തിലൊരു വ്യവസായിയുടെ വീട്ടിൽ നടന്ന ഒരു ഇരട്ട കൊലപാതകം തന്നെ എന്ന് വേണം പറയാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാരും എല്ലാം ഉള്ളത്. ഏതായാലും മിഥുൻ, ഇപ്പോൾ പോലീസ് ഇരുവരുടെയും കൊലപാതകം തന്നെയാണെന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് കൊലപാതകം തന്നെയാണ് എന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വ്യക്തിവൈരാഗ്യമാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ മോഷണ പിന്നിലില്ല എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഒരു കൊലപാതകം തന്നെയാണ്, വ്യക്തിവൈരാഗ്യമായിരിക്കാം കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രതിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കൂടുതൽ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും വിശദമായിട്ടുള്ള അന്വേഷണം തുടരുകയാണ്. കൃത്യമായിട്ടുള്ള വിവരങ്ങളിലേക്ക് ഉടനെ തന്നെ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിഥുൻ, ഈ അന്യസംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? അത്തരത്തിൽ അവിടെ ഇവരുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് അവിടെ ജോലിക്ക് നിന്നിരുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കുറിച്ച് ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് പോലീസ് നൽകുന്നത്. ആര് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം പോലീസ് ഇപ്പോൾ നൽകിയിട്ടില്ല. അല്പം കൂടി സമയം ആവശ്യമുണ്ട് സ്ഥിരീകരിക്കാനും അതുപോലെ തന്നെ പ്രതിയെ സംബന്ധിച്ച് അന്തിമ രീതിയിലേക്ക് എത്താനും. ഏതായാലും പ്രാഥമികമായിട്ടുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബന്ധുക്കളിൽ നിന്നും അതുപോലെ തന്നെ സംഭവ സ്ഥലത്ത് നിന്നും നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായാണ് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. മിഥുൻ, ഇപ്പോൾ ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അവിടെ പരിശോധന നടക്കുന്നത്? ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ടോ? ഉന്നത പോലീസ് സംഘം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കോട്ടയം എസ്.പിയുടെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തിലുള്ള പരിശോധനകൾ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇരട്ട കൊലപാതകമായതിനാലും അതുപോലെ തന്നെ ഒരു ഇത്തരത്തിൽ വ്യവസായിയുടെ ഒരു മരണം കൂടിയാണ്. കോട്ടയം നഗരത്തിൽ അല്ലെങ്കിൽ കോട്ടയത്തിൽ ഇത്തരത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ അടുത്ത സമയത്തൊന്നും ഇത്തരം ഒരു ഇരട്ട കൊലപാതകം നടന്നിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്രാധാന്യത്തോടെ കോട്ടയം എസ്.പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഫോറൻസിക് അധികൃതരും വിരലടയാള വിദഗ്ധരുമെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം തിരുവാതുക്കലിലാണ് വൃദ്ധ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയായ വിജയകുമാർ, ഭാര്യ മീര എന്നിവരെയാണ് വീടിനുള്ളിൽ ഇന്ന് പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ വീട്ടുജോലിക്കാരിയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടത്. ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കൊലപാതകം നടത്തിയതെന്ന സംശയമാണ് പോലീസ് പറയുന്നത്. കൊലപാതകം തന്നെയെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വിജയകുമാറിൻ്റെ മൃതദേഹം സ്വീകരണ മുറിയിലും അതുപോലെ മീരയുടെ മൃതദേഹം മുറിയിലുമാണ് കണ്ടെത്തിയത്. ഇരുവരുടെയും തലയ്ക്ക് മുറിവുകൾ ഏറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൂടാതെ വീടിൻ്റെ സമീപത്ത് നിന്ന് ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഉന്നത പോലീസ് സംഘമടക്കം ഈ സംഭവ സ്ഥലത്ത് ഈ വിജയകുമാറിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ബിസിനസ് ഒരു വ്യവസായി കൂടിയാണ് ഈ വിജയകുമാർ. വിദേശത്തടക്കം നിരവധി വ്യവസായങ്ങൾ നടത്തുന്ന ആളാണ് വിജയകുമാർ. ഇത് വ്യക്തിവൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാരണവും പോലീസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ
ആരാണ് പ്രതി എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണമായിട്ടില്ല. കൊലപാതകമെന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മിഥുൻ, ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് പ്രതിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലാണ് കൃത്യമായി ലഭ്യമാകുന്നത്. ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും ചില സംശയങ്ങൾ ഉന്നയിച്ചതിനകത്താണ് ഇത്തരത്തിൽ ഒരു ഇതര സംസ്ഥാനക്കാരനെ ഒരു സംശയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷെ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. സമയം വേണം. പക്ഷെ പ്രതിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചന ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകിയിരിക്കുന്ന വിവരം. അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ആയുധങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. അതായത് കോടാലിയും അമ്മിക്കല്ലുമെല്ലാം ഈ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് കരുതുന്നു. തലയിലെല്ലാം തന്നെ തലയ്ക്കടിയേറ്റാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന മൃതദേഹമെല്ലാം രക്തം വാർന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി കരുതുന്നത്. രക്തം വാർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. കോടാലിയും അതുപോലെ തന്നെ അമ്മിക്കല്ലും എല്ലാം ഉപയോഗിച്ച് മുഖം വികൃതമാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. അത്തരത്തിലൊരു കൊലപാതകത്തിന് പിന്നിൽ ഒരു വ്യക്തിവൈരാഗ്യമാണ് എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിവരത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പരിചയമോ അല്ലെങ്കിൽ ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്തുണ്ടായ ഒരു കൊലപാതകം എന്ന് തന്നെ കരുതുന്നു. ഏതെങ്കിലും രീതിയിലുള്ള കൊട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു സംശയം എത്തിയിട്ടില്ല. കാരണം അത്തരത്തിൽ വീട്ടിൽ നിന്ന് തന്നെ ലഭിക്കാവുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ നടത്തിയ ഒരു കൊലപാതകമായിരിക്കാം എന്നുള്ളൊരു കാര്യം പറയുന്നു. ബന്ധുക്കളും അതുപോലെ തന്നെ പ്രദേശവാസികളുമാണ് ഇത്തരത്തിൽ അവിടെ ഒരു സംശയം ഉന്നയിക്കുന്നത്. അതായത് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ജോലിക്കാരനായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ നേരത്തെ ഒരു മോഷണത്തിന്റെ പേരിൽ പിരിച്ചുവിട്ടിരുന്നു. ഒരു പക്ഷേ പിരിച്ചുവിട്ടിരുന്നു എന്നുള്ള കാര്യം അവിടുത്തെ സഹപ്രവർത്തകരും ബന്ധുക്കളും എല്ലാം ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ അതിന്റെ ഒരു വ്യക്തിവൈരാഗ്യമാണോ എന്നുള്ളതെല്ലാമാണ് ഇപ്പോൾ പ്രാഥമികമായി സംശയിക്കുന്നത്. ഏതായാലും പോലീസിന് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് ഇത് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല, പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും അക്കാര്യം കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പ്രതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകിയിരിക്കുന്നത്. പിന്നിൽ വ്യക്തിവൈരാഗ്യമാണ് എന്നും പോലീസ് ഇപ്പോൾ പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതിയിലേക്ക് ഉടനെ തന്നെ എത്താനാകുമെന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വരെ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. പ്രാഥമികമായി ആ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ സംബന്ധിച്ച് ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സംശയത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളടക്കം തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. പ്രതി ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള മുൻ ജീവനക്കാരൻ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഉറപ്പിക്കാനാവില്ലെങ്കിലും ഇത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നേരത്തെ അവിടെ നിന്ന് ഫോൺ മോഷ്ടിച്ചതിന് അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു, ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു. അതിന്റെ ഒരു വൈരാഗ്യമായിരിക്കാം കൊലപാതകത്തിന് കാരണമെന്ന് ബന്ധുക്കളും അതുപോലെ തന്നെ സഹപ്രവർത്തകരും ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട്. ഈ സംശയം പോലീസിനെ അറിയിച്ചിരുന്നു. പോലീസ് അക്കാര്യത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന. ഏതായാലും പ്രതിയെ സംബന്ധിച്ച് വൈകാതെ തന്നെ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്താൻ, നിഗമനത്തിലേക്ക് എത്താൻ കഴിയും. പോലീസ് അക്കാര്യം വിശദീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇപ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ ഇതിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നത്, ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നത് ഒരു മോഷണവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞു വിട്ടിരുന്നത്. അക്കാരണം കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നീങ്ങിയത് എന്നാണ് കരുതുന്നത്. എന്നിരുന്നാലും പോലീസ് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ലഭ്യമാക്കേണ്ടതുണ്ട്. അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്.
ഒരു ഒരു വൈരാഗ്യത്തെ തുടർന്നുണ്ടായ ഒരു കൊലപാതകം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണ ശൈലിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം മൃതദേഹത്തിലെ വസ്ത്രങ്ങളെല്ലാം തന്നെ വലിച്ചു കീറിയിരുന്നു. ഒപ്പം തന്നെ തല വികൃതമാക്കുന്ന നിലയിലാണ് അത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. കോടാലി കൊണ്ടും അമ്മിക്കല്ല് കൊണ്ടും അടിച്ച് മുഖം വികൃതമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ തലയ്ക്ക് കൃത്യമായി ആഴത്തിലുള്ള മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ളൊരു വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈരാഗ്യത്തെ തുടർന്നുള്ള ഒരു കൊലപാതകം എന്നുള്ള സംശയത്തിലേക്ക് ആദ്യമേ തന്നെ എത്താനുള്ള ഒരു കാരണം അത് തന്നെയാണ്. ആ കൊലപാതക രീതിയാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കൊലപാതകം തന്നെയെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. കൃത്യമായി ഈ പ്രതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും പോലീസ് ലഭ്യമാകുന്നുണ്ട്. പോലീസിൽ നിന്ന് വിവരം ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള സംശയം ഈ ഇത്തരത്തിലുള്ള അവിടെ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിലാണ്. അസം സ്വദേശിയാണ് ആളെ നേരത്തെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു. അവിടുത്തെ ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് മോഷണം വ്യക്തമായതിനെ തുടർന്നാണ് ആൾ അവിടെ പറഞ്ഞു വിട്ടിരുന്നത്. ആളെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി അവിടെ ഭാഗത്തുനിന്നുണ്ടായതിന്റെ ഭാഗത്തുനിന്നായിരിക്കാം, അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു വൈരാഗ്യം ഉണ്ടായത് എന്നാണ് കരുതുന്നത്. ഏതായാലും ഇയാൾ തന്നെയാണോ, ഇതര സംസ്ഥാന തൊഴിലാളി തന്നെയാണോ ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് എന്നുള്ളൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഏതായാലും ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. മുഖമെല്ലാം വികൃതമാക്കിയിരിക്കുന്നു, വസ്ത്രങ്ങളെല്ലാം തന്നെ വലിച്ചു കീറിയിരിക്കുന്നു എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. ഏതായാലും അത്തരത്തിലൊരു വൈരാഗ്യത്തെ തുടർന്നുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ഇത്തരത്തിൽ ജോലിക്കാരി എത്തിയപ്പോഴാണ് അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. ഈ രണ്ടിടങ്ങളിലായിട്ടാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. സ്വീകരണ മുറിയിലുമായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹം ഉണ്ടായിരുന്നത്. ആ വീടിനുള്ളിൽ നിന്ന് തന്നെ ഈ ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അത് അമ്മിക്കല്ലാണ്, ഒന്ന് ഇത്തരത്തിലുള്ള മഴുവാണ്, കോടാലിയാണ് എന്നുള്ളതും ലഭ്യമാകുന്നു. അത് ആ വീട്ടിൽ നിന്ന് തന്നെ സ്വരൂപിച്ചതായിരിക്കാം എന്ന് കരുതുന്നത്. അത്തരത്തിലാണെങ്കിൽ വീടുമായി പരിചയമുള്ള ഒരാൾ തന്നെയായിരിക്കാം ആക്രമണം നടത്തിയത് എന്നും സംശയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സംശയമാണ് ഇപ്പോൾ പ്രതികളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. മിഥുൻ, ഈ വിജയകുമാർ സൗമ്യനായ ഒരു വ്യവസായി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് കൊലപാതകത്തെക്കുറിച്ച് നാട്ടുകാരുടെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അത്തരത്തിൽ തന്നെയാണ് നാട്ടുകാർ പ്രാഥമികം പറയുന്ന. ആർക്കും അത്തരത്തിൽ വലിയ വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ട ആവശ്യമില്ല. നാട്ടുകാരോടുമെല്ലാം തന്നെ നല്ല സൗഹാർദ്ദപരമായി പെരുമാറിയിരുന്ന വ്യക്തിയാണ്. ഒപ്പം തന്നെ എല്ലാ കാര്യത്തിലും ഇടപെടൽ നടത്തിയിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും അത്തരത്തിൽ ഒരു ശത്രുത ആരോടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വീട്ടുകാർ പ്രാഥമികമായി തന്നെ, വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ അത്തരത്തിൽ പറയുന്നത്. അത്തരത്തിലൊരു ശത്രുതയുടേതായിട്ടുള്ള ആവശ്യമില്ല. ആകെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആകെ ലഭ്യമാകുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ പിരിച്ചുവിട്ടതുമായി ഉണ്ടായിട്ടുള്ള ഒരു സംഭവ വികാസമാണ് അത്തരത്തിലൊരു വിവരത്തിലേക്ക്, അത്തരമൊരു സംശയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള ഒരു സംശയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ശത്രുത മറ്റാർക്കും ഇല്ലാതായിട്ട് നാട്ടുകാർ ഒന്നും തന്നെ പറയുന്നില്ല. എല്ലാവരോടും സൗഹാർദ്ദപരമായി പെരുമാറിയിരുന്ന വ്യക്തികളാണ്. കുടുംബവും അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്നുള്ള ജനപ്രതിനിധികളടക്കം അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കച്ചവടത്തിൻ്റെതായിട്ടുള്ള, അതായത് വ്യവസായി എന്നുള്ള നിലയ്ക്ക് ഉണ്ടാവേണ്ട ശത്രുതകളൊന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ് ഏതെങ്കിലും തരത്തിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളുടെ ഭാഗമായിരിക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. പ്രതിയെ സംബന്ധിച്ച് കൃത്യമായ സൂചന ലഭിച്ചിരിക്കുന്നു എന്ന് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭ്യമാകുന്നു. ഈ വീടുമായും അതുപോലെ തന്നെ വ്യക്തികളുമായും പരിചയമുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കാം കൊലപാതകം നടത്തിയത് എന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് ഇത്തരത്തിൽ അവിടെ ഒരു ബലപ്രയോഗം, അതായത് ഈ വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറാനായിട്ടുള്ള ഒരു വാതിൽ തകർക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിചയക്കാരായിരിക്കാം വീടിനകത്തേക്ക് എത്തിയതും. ഒരുപക്ഷെ സ്വമേധയാ ഇവർ വാതിൽ തുറന്നു കൊടുത്തതാകാം.
എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്നുള്ള സംശയമാണ് ഉയരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളി ആയിരിക്കാം ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള വിവരം ലഭ്യമായിരിക്കുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള പരിശോധന തുടരുകയാണ്. പ്രതിയെ സംബന്ധിച്ചിട്ടുള്ള വിവരം പോലീസ് വൈകാതെ തന്നെ നൽകുമെന്ന് തന്നെയാണ് കരുതുന്നത്. മിഥുൻ, ഇതുപോലെ ഇവരുടെ മക്കൾ, അതുപോലെ ബന്ധുക്കൾ, അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ബന്ധുക്കളെല്ലാം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അവർ നൽകിയ സൂചനകൾ കൂടിയാണ് ഇത്തരത്തിൽ ഈ പ്രതി എന്ന നിലയിലേക്കുള്ള സംശയത്തിലേക്ക് ആദ്യഘട്ടത്തിൽ പോലീസിനെ എത്തിച്ചത്. ജോലിക്കാരിയായിരുന്നു ആദ്യം മൃതദേഹം കണ്ടെത്തിയത്. ഇവർ രണ്ടുപേരാണ് ഈ മരിച്ച രണ്ടുപേർ മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കൊലപാതക വിവരം മറ്റാരും അറിഞ്ഞില്ല. തൊട്ടടുത്ത വീടുകളിലും ഇത്തരത്തിലൊരു നിലവിളിയോ അത്തരത്തിലുള്ള ഒരു അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റമോ ശബ്ദമോ ഒന്നും അവിടെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. ബന്ധുക്കൾ ഈ ജോലിക്കാരി വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കളും പോലീസുകാരും ഇപ്പോൾ അവിടേക്ക് എത്തിയത്. പുലർച്ചെ തന്നെ എത്തിയത്. ബന്ധുക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. പോലീസുമായി മൊഴി നൽകുന്നതടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്.